പ്രതീക്ഷിതമായ ഒരു ദിവസത്താണ് അപ്പച്ചൻ മരണപ്പെട്ടത്. നാട്ടിലെല്ലാവർക്കും വളരെ സങ്കടമായി. നാട്ടിലെ മുഴുവൻ പേരും വളരെ വാചാലകരായി. യോ, ഈ അപ്പച്ചനിങ്ങനെ സംഭവിച്ചു പോയല്ലോ, ഒരു വലിയ തീരാ നഷ്ടം തന്നെ സംഭവിച്ചത് എന്നെല്ലാവരും പറയാനിടയിൽ തീർന്നു. ഈ മാതാവ് നിലവിളിക്കാൻ തുടങ്ങി, അയ്യോ, ഇത്രയും കാലം ഒരിക്കൽ പോലും എന്നെ ഉപദ്രവിച്ചിട്ടില്ല, ഒരിക്കൽ പോലും വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ എന്നെ വിഷമപ്പെടുത്തിയിട്ടില്ല, എന്നെ വിട്ട് പോയല്ലോ എന്ന് പറഞ്ഞ് ഒരുപാട് നിലവിളിക്കുവാനിടയിൽ തീർന്നു. ആ ദേശമാകെ ദുഃഖത്തിലായിത്തീർന്നു. കാരണം ഈ മാതാപിതാക്കൾ വിവാഹിതരായ നാൾ മുതൽ ഇന്നേ വരെ അവർ ഒരുമിച്ചേ നടക്കുകയുള്ളൂ. അവർ ഒരുമിച്ചാണ് ആഹാരം കഴിക്കുന്നത്. അവരുടെ എല്ലാ കാര്യങ്ങളിലും യാതൊരു വിധമായ അഭിപ്രായ വ്യത്യാസമില്ലാതെ ഒരു ഭയങ്കര സഹകരണവും സ്നേഹമാണ് നാട്ടുകാർക്ക് കാണാനായിട്ട് കഴിഞ്ഞത്. ഒരു ദിവസം പിതാവ് മരണപ്പെട്ടിങ്ങനെ സംസ്കരിക്കുവാനായിട്ടുള്ള എല്ലാവിധ തയ്യാറെടുപ്പുകളും ആയി കഴിഞ്ഞു. മാതാവ് പെട്ടിയിൽ വന്ന് കമിഴ്ന്ന് കടന്ന് അലറി വിളിച്ചു, എൻ്റെ ജീവനാണ്, എൻ്റെ പ്രാണനാണ്, എനിക്ക് മറക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കരഞ്ഞു. എല്ലാവരും മക്കളുമൊക്കെ പരിശ്രമപ്പെട്ട് മാതാവിനെ മെല്ലെ പിടിച്ചു മാറ്റി പെട്ടിയുടെ മേൽമൂടി അടക്കുവാനായിട്ട് കൊണ്ടുപോവുകയാണ്. അങ്ങനെ മുന്നോട്ട് പോകുന്ന വഴിക്കാണ് അവിടെ ഒരു ഇടുങ്ങിയ മതിലിൽ ഉള്ള ഒരു കുഞ്ഞു വഴിയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ഒരു പറങ്കിമാവിൻ്റെ കൊമ്പ് ഈ പെട്ടിയിൽ തട്ടി പെട്ടി തറയിൽ വീഴുവാനിടയിൽ തീർന്നു. വീണ ഉടനെ തന്നെ ഇതിൻ്റെ മേൽമൂടി ഇളകുവാനിടയിൽ തീർന്നു. അന്നേരം ഈ മരിച്ച പിതാവ് കണ്ണു തുറന്നു. പിതാവിനെ വേഗം തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പിതാവ് ആരോഗ്യവാനായി വീണ്ടും ചില വർഷങ്ങളിലൂടെ മാതാവിനോടൊപ്പം ജീവിക്കുവാനിടയിൽ തീർന്നു. എല്ലാവർക്കും ഭയങ്കര സന്തോഷമുണ്ടായി. എന്തായാലും ദൈവം കനിഞ്ഞ് നൽകിയൊരു കുടുംബം തന്നെ. അവർക്ക് ദീർഘായുസ്സുണ്ടായി. മരിച്ചിട്ട് പോലും വീണ്ടും ജീവിക്കുവാനിടയായി തീർന്ന കുടുംബജീവിതം എത്ര ഭാഗ്യമാണ് അവരുടെ കുടുംബജീവിതം എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും വിലയിരുത്തുവാനിടയിൽ തീർന്നു. എന്നാൽ ചില നാളുകൾ കഴിഞ്ഞ ശേഷം പിതാവ് വീണ്ടും മരിച്ച മാത്രയിൽ മാതാവ് പഴയതുപോലെ തന്നെ അലറി വിളിച്ച് കരയുവാനിടയിൽ തീർന്നു. അവിടെ വന്നവരുടെ എല്ലാം കണ്ണുനീരണിയിപ്പിച്ചു. അവരുടെ ഓരോ വാക്കുകളും അത്രയേറെ ഹൃദയസ്പർശിയായിരുന്നു. മാതാവ് അവിടെ വിളിച്ച് കരഞ്ഞത്. ഇവിടെ ശുശ്രൂഷകളെല്ലാം കഴിഞ്ഞു. അന്ത്യചുംബനമൊക്കെ കൊടുത്തു, പെട്ടിയൊക്കെ അടച്ച് അവർ പെട്ടിയെടുത്ത് മുന്നോട്ട് നീങ്ങുമ്പോൾ മാതാവ് പുറകേന്ന് ഓടി ചെന്നിട്ട് മുന്നിൽ പെട്ടിയെടുത്ത് മുൻനിരയിൽ നിന്ന യുവാക്കളോട് പറഞ്ഞു, നിങ്ങൾ കൊണ്ടുപോകുന്നതൊക്കെ ശരി തന്നെ, പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം സംഭവിച്ചതുപോലെ ഒരു അബദ്ധം സംഭവിക്കരുത്. ഇനി വീണ് പിതാവ് എഴുന്നേറ്റ് വരാനിടയായിത്തീരുന്നു, അതുകൊണ്ട് സൂക്ഷിച്ചു കൊണ്ടുപോകണമെന്ന് മാതാവരോട് പറയാനിടയായി തീർന്നു. പ്രിയരെ, ആ വാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാവുവാനിടയായി തീരുന്ന ഒരു കാര്യം, പുറമേ അവരെല്ലാം അഭിനയിക്കുകയായിരുന്നു, അകമേ എന്നേ ഡിവേഴ്സായതാണ് അവരുടെ ജീവിതം. ഇങ്ങനെയാണെന്ന് ലോകത്തിൽ കുടുംബങ്ങളെ കാണാനായി കഴിയുന്നത്. പുറമെ അഭിനയിക്കുകയാണ്, എന്നാൽ അവർ ഭാര്യ ഭർത്തൃ ബന്ധം അവസാനിച്ചിട്ട് വർഷങ്ങളായിട്ടുണ്ടാകും. അവരുടേതായ പൊരുത്തക്കേടുകൾ, ഒന്നിൽ യോജിക്കാൻ കഴിയാത്ത അനുഭവങ്ങൾ. എന്നാൽ വിവാഹ നാളുകളിൽ ഏതാണ്ടൊരു 18 മാസക്കാലം ഭാര്യയെ അടുത്ത് നിൽക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്, സംസാരം കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഭാര്യ ഭർത്താക്കന്മാർ ഒരുമിച്ച് ഭക്ഷിക്കുകയുള്ളൂ, ഒരുമിച്ച് നടക്കുകയുള്ളൂ. അവർ പിന്നെ പാല് തേനെ ചക്കര എന്നൊക്കെ പറഞ്ഞു ഭയങ്കര സ്നേഹമായിരിക്കും. എന്നാൽ 18 മാസമൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ പിന്നെ അടുത്ത് നിന്ന കുറ്റവും തൊടുന്നത് കുറ്റം ആകെ പ്രശ്നങ്ങളായി തീരുകയാണ്. സ്നേഹം കുറയുമ്പോൾ അവിടെ എല്ലാത്തിനും കുറ്റം പറച്ചിലും പ്രശ്നങ്ങൾ ഉരുവാകുകയും
തന്മൂലം ആ കുടുംബം നരകതുല്യമായി തീരുന്നതാണ് കാണാൻ കഴിയുന്നത്. മരണം വരെയും നമ്മുടെ കുഞ്ഞു കുടുംബജീവിതത്തെ നമുക്ക് സ്വർഗതുല്യമാക്കി തീർക്കാൻ കഴിയും. അത് സ്നേഹത്തിലൂടെയാണ്. എന്തെങ്കിലും ഒന്നിനെ കണ്ടല്ല നമ്മൾ സ്നേഹിക്കേണ്ടത്. അത് അങ്ങനെ എന്തെങ്കിലും നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തെ ഉദ്ദേശിച്ചാണെങ്കിൽ നിശ്ചയമായും ജീവിതം പരാജയപ്പെട്ടു പോകും. അവസാനത്തോളം നമ്മളെ ഹൃദയപൂർവ്വം സ്നേഹിക്കുകയാണെങ്കിൽ കുടുംബജീവിതം സ്വർഗമായി തീരുവാനിടയായി തീരും. ഇവിടെ വിശുദ്ധ ബൈബിളിൽ ഇങ്ങനൊരു വചനം കാണാൻ കഴിയുന്നു. അപ്പോസ്തലനായ പൗലോസ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 13-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം അതിപ്രകാരമാണ്: സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല, ചീർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല, ദോഷം കണക്കിടുന്നില്ല, അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു, എല്ലാം പൊറുക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു. സ്നേഹം ഒരു നാളും ഉതിർന്നു പോകുകയില്ല. നമ്മളെ കുടുംബത്തിൽ സൗന്ദര്യത്തിനോ മറ്റ് കഴിവുകളിലോ അല്ല നമ്മൾ ആകർഷിക്കപ്പെടേണ്ടത്. മനസ്സുകൾ തമ്മിൽ ഹൃദയപൂർവ്വം ഒന്നായി ചേർന്ന് കഴിഞ്ഞാൽ വിലപിടിപ്പുള്ള നമ്മുടെ ജീവിതം ഏറ്റവും പവിത്രമായി തീരുവാനിടയായിത്തീരും. അവസാനം ആ നമ്മുടെ ജീവശ്വാസം പോകുന്നതുവരെ പിരിഞ്ഞു മാറാൻ പറ്റാത്ത വിധത്തിലുള്ള ഗാഢമായ ഹൃദയബന്ധത്തിൽ ഒന്നായി സന്തോഷമായി സംതൃപ്തമായി നമുക്ക് ജീവിതം നയിപ്പാനിടയിത്തീരും. അങ്ങനെയുള്ള അഗാധമായ നല്ലൊരു ഹൃദയബന്ധത്തിൻ്റെ കുടുംബജീവിതം ഈ എന്നെ ശ്രവിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും സർവശക്തനായ ദൈവം നൽകട്ടെ എന്ന് മനസ്സ് നിറഞ്ഞ് അനുഗ്രഹിച്ചുകൊണ്ട് എൻ്റെ ലഘു സന്ദേശത്തോടെ നിർത്തുന്നു. ദൈവമായ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.